ഇതുപോലെ കത്തി മുഴുവനായിട്ട് എന്നെ നടുവത്ത് കുത്തിയിറക്കിയിട്ട് അവനെ നോക്കിയൊരു നോട്ടുണ്ട്. എൻ്റെ കയ്യിൽ പണവും പവറുള്ള അത്രയും കാലം നിനക്കൊന്നും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുള്ള നോട്ടായിരുന്നത്. ഇത് ഇത്ര ആഴം, അതായത് 10 സെന്റിമീറ്റർ എൻ്റെ ഉള്ളിലായിരുന്നു. നടുവത്ത് നിന്ന് അത് ഊരിയിട്ട് അമ്മച്ചിയുടെ കയ്യിലോട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ അമ്മച്ചിനെ പിടിച്ചോണ്ട് മാത്രമാണ് ഞാൻ തിരിച്ച് ഉപദ്രവം ചെയ്യാൻ പോകാണ്ടിരുന്നത്. അകത്തോട്ട് കയറിയിട്ട് കറക്കിയും കണ്ട് വെച്ചിരുന്നതുകൊണ്ട് തന്നെ അവർ അവിടെ നിന്ന് ആംബുലൻസിൽ കയറ്റി വണ്ടാന ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. പോണ പോക്കിലൊന്നും എനിക്ക് ഇതിന് താഴോട്ട് ഒരു ഫീലും ഇല്ലായിരുന്നു. ഫുള്ളി പാരലൈസ്ഡ് ആയി പോയിട്ടുണ്ടായിരുന്നു. ഭവനഭേദനം ചെയ്ത് അകത്തോട്ട് കയറി വന്ന് അമ്മയെ ഉപദ്രവിക്കാൻ വന്നവന്മാരെ തടഞ്ഞതിന്റെ പേരിൽ കിട്ടിയ കുത്തായിട്ട് പോലും നമ്മളെ ക്രിമിനലായിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. ആ ആഴമൊക്കെ നോക്കാനായിട്ട് പേനയൊക്കെ ഇട്ട് അളന്നൊക്കെ നോക്കിയത് ഇന്നും എൻ്റെ മൈൻഡിലുണ്ട്. 10 സെന്റിമീറ്റർ ആഴം 5 സ്റ്റിച്ചും ഉണ്ടായിരുന്നു. ഒരാഴ്ച ഞാൻ ബെഡിലായിരുന്നു. ഡോക്ടർ പറഞ്ഞ ഒരു തുള്ളിയെങ്കിലും ആംഗിൾ മാറിയിട്ടായിരുന്നു കയറിയെന്നുണ്ടെങ്കിൽ ഇനി ജീവിതകാലം നടക്കത്തില്ലായിരുന്നു. അപ്പോൾ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കൊലപാതക ശ്രമമായിട്ട് പോലും ഇന്നും അവർ കയ്യും വീശി ഫ്രീ ആയിട്ട് നടക്കണം. കാരണം അവരുടെ കയ്യിൽ പൈസയുണ്ട്, പവറുണ്ട്, പിന്നെ ചുറ്റുമുള്ള ആൾക്കാരുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ ഇല്ലീഗലായിട്ടുള്ള മണി ലോണ്ടറിങ്ങും അതുപോലെ തന്നെ കള്ളിൻ്റെയൊക്കെ കച്ചവടമൊക്കെയാണ്. ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവന് എന്നും എതിരാളികൾ മാത്രം ഉണ്ടാവുള്ളൂ എന്നുള്ളത് റിയൽ ലൈഫിൽ നിന്ന് പഠിച്ചുകൊണ്ട് തന്നെ റിയൽ ലൈഫിൽ എത്രത്തോളം ബുള്ളിങ് വന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നും പുറകെ പോയി നമ്മുടെ ജീവിതമോ നമ്മുടെ ലക്ഷ്യങ്ങളോ മറന്നു പോകാണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് പണ്ടേ പഠിച്ചൊരു പാഠമായതുകൊണ്ടാണ് ഇപ്പോഴും എനിക്ക് കുറേയൊക്കെ ബോധത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുന്ന കേട്ടോ. അപ്പം നമ്മളെപ്പോഴും പച്ച വീട്ടിൽ പ്രശ്നേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇന്നുവരെ ഈ പുള്ളിയുടെ വീഡിയോ ഇതുവരെ കളിയാക്കി എടുത്തിട്ടില്ല എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നടന്ന വളരെ ട്രാജഡിക്കായ ഒരു സംഭവം അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ അത് പോസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ ദിവസം പറവൂരിൽ ഒരു കുടുംബത്തിൽ കയറി ഒരുത്തൻ വലിയ ഇരുമ്പ് വടി, എനിക്കൊന്നും അത് മറ്റേ ഈ ബൈക്കിൻ്റെയൊക്കെ മറ്റേ ഷോക്കപ്സ് പോലത്തെ സാധനമാണ് കേട്ടോ. ഭയങ്കര വെയിറ്റാണ്. അതിട്ട് ഒരെണ്ണം തന്ന സ്പോട്ടിൽ ആൾ ഡെഡാണ്. അപ്പോൾ അത്രയും ഉള്ള ഒരു സാധനം കൊണ്ട് വീട്ടിൽ കയറി 3 പേരെ തലക്കടിച്ച് കൊന്നു എന്ന് പറയുമ്പോൾ അത് പിഞ്ച് കുഞ്ഞുങ്ങൾ ആ വീട്ടിലുണ്ടായിരുന്നു, 2 പിള്ളേർ ആ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ ഞെട്ടലോടെയാണ് ഇന്നലെ കേരള സമൂഹം 3 കൊലപാതകങ്ങൾ നടന്നിരിക്കുകയാണ്. ആ വാർത്തയിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത്. എറണാകുളം വടക്കൻ പറവൂരിലെ ഒരു കുടുംബത്തിലെ 3 പേരെ അയൽവാസി വെട്ടിക്കൊന്നു. ആക്രമണത്തിനിടെ പരിക്കേറ്റ ബന്ധു ജിതിൻ ഗുരുതരാവസ്ഥയിലാണ്. കൊലയ്ക്ക് ശേഷം പ്രതി ഋതു ജയൻ പോലീസിൽ കീഴടങ്ങി. എന്നിട്ട് 2025 തുടങ്ങുമ്പോൾ നല്ല രീതിയിൽ തുടങ്ങട്ടെ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇതുപോലെ 15 ദിവസം ആയപ്പോഴേക്കും നമ്മുടെ നാട്ടിൽ അതിന് മാത്രം പ്രശ്നങ്ങളാണ് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു ഋതു ജയൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിമിനൽ, അവൻ കൊടും ക്രിമിനലാണ്. ആ നാട്ടിൽ ആർക്കും സമാധാനം കൊടുക്കാത്ത, നാട്ടിലെല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, സ്ത്രീകൾക്ക് എതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാണ്ട് ഇവനൊക്കെ പോലെ ഒരുത്തം നമ്മളെ നാട്ടിൽ ഉണ്ടെങ്കിൽ നമ്മളെ അയൽവക്കത്ത് ഇതുപോലത്തെ ഒരു നാറി ഉണ്ടെങ്കിൽ തീർന്ന് നമുക്ക് നമ്മളെ സ്വന്തം സ്ഥലം വിറ്റ് പോകാനോ വിട്ട് കളഞ്ഞിട്ട് പോകാനോ ഒന്നും പറ്റൂല. നമ്മളവിടെ പെട്ട് കിടക്കൂലേ. ഇതുപോലത്തെ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ നമ്മളെ കേരളത്തിൽ കാണുമായിരിക്കും. പലരും പോലീസിനെ കുറ്റം പറയും. പക്ഷെ പോലീസുകാരെന്ന് വെച്ചാൽ ചിലപ്പം ഇവർ ആദ്യം ചോട്ടാ ഗുണ്ടകളായിട്ട് വളർന്ന് വന്നിട്ട് പിന്നീട് ഇവന്മാർ പന്തലിച്ച് ഇവന്മാരെ കയ്യിൽ കാശും പണമൊക്കെ വരുമ്പം സ്വാധീനങ്ങളൊക്കെ ഉണ്ടായി വരുമ്പം പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ ചില സമയങ്ങളിലൊക്കെ ഇതേപോലെ കൊച്ചു ഗുണ്ടകളൊക്കെ കാണുമ്പോൾ കൊച്ചിലെ തന്നെ അവനെ മുളയിലെ നുള്ളിക്കളയണമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ട് അതേപോലെ ചെയ്യണം. ഋതു ജയൻ എന്ന് പറയുന്നവൻ ഒരു വീട്ടിൽ കയറി അയൽവക്കമാണ്. വീട്ടിൽ നിന്ന് അവൻ്റെ ഋതു ജയൻ എന്ന് പറയുന്നവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നിന്നാൽ ഇവരെ വീട് കാണാൻ പറ്റുന്ന രീതിക്ക് ഇരിക്കുകയാണ്. അവനെ പേടിച്ചിട്ട് അവർ ആ വീട്ടിൻ്റെ 4 സൈഡിൽ CCTV വെച്ചിരിക്കുന്നത്. CCTVയിൽ ഇവ എന്തെങ്കിലും അക്രമത്തിന് വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ആ ഒരു ഇടവഴിയിലുള്ള ആൾക്കാരെല്ലാം ഇവനെ പേടിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഇവൻ പല സമയത്ത് ആക്രമണം ഉണ്ടാക്കുമ്പോൾ എല്ലാം പോലീസിന്റെ അടുത്ത് ഇവർ പരാതി കൊടുക്കുന്നു. പോലീസ് വരുന്നു, ഋതു ജയനെ അടുത്ത് ഇങ്ങനെ മടിയിൽ വെച്ചിട്ട് മോനെ നീ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ലേടാ എന്ന് പറഞ്ഞിട്ട് പോലീസ് തിരിച്ചു പോകുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ അവ എന്തോ കഞ്ചാവ് വലിച്ചിട്ട് അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തിനെ കുറിച്ച് ചോദ്യം ചെയ്തു എന്ന് പറയപ്പെടുന്നു. പിന്നെ മറ്റു ചിലവർ പറയുന്നു അവന്റെ സഹോദരിയുടെ അടുത്ത് ഇവന്റെ ലഹരി കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു കൊടുത്തതാണെന്ന് പറഞ്ഞു. ഒരു 26 വയസ്സേ ഉള്ളവന്, ഒരു 26 27 വയസ്സേ ഉള്ളൂ അവനാണ്. എനിക്ക് തോന്നുന്നത് എന്താ പുകച്ചയൊക്കെ അടിച്ച് കയറ്റി കാണും. അല്ലാതെ ഇതേപോലെ ഒരു ക്രൂരകൃത്യമൊക്കെ ഒരു സാധാരണ ബോധത്തോടെ ചെയ്യാൻ പറ്റൂടെ ഒരാൾക്ക്? അല്ലെങ്കിൽ അവൻ ക്രിമിനൽ ആണല്ലോ, ബോൺ ക്രിമിനൽ ആയതുകൊണ്ടല്ലേ ഈ നാറിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇന്നലത്തെ ആ വീഡിയോയിലെ പിഞ്ച് കുഞ്ഞുങ്ങൾ കരയണ കണ്ടപ്പോൾ തന്നെ ഒരു വിഷമം വന്നേ. അപ്പോൾ നമ്മളെ ഈ പ്രശ്നേഷിന്റെ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അത് ഏത് സമയം എത്ര വയസ്സിലാണ് ഉണ്ടായെങ്കിൽ എപ്പോഴാണ് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായെന്ന് അദ്ദേഹം പറയുന്നില്ല. എന്നാലും റീസെൻ്റ്ലി ഉണ്ടായിരിക്കണം, ഒരു 4-5 വർഷത്തിനകത്ത് ഉണ്ടായ സംഭവം വല്ല ആയിരിക്കണം മുറിവിൻ്റെ ഒരു പാടൊക്കെ കണ്ടിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നത്തിൽ കൂടെയൊക്കെ കടന്നു പോകുന്നതുകൊണ്ടാണോ ഇനി അദ്ദേഹം ഈ ഇത്രയും സൈബർ ബുള്ളിങ് ഒക്കെ ഉണ്ടായിട്ടും അദ്ദേഹം ധീരനെ പോലെ പിടിച്ചു നിൽക്കുന്നതും സമൂഹത്തിൽ പുള്ളിയുടെ പ്രശസ്തിക്ക് അനുസരിച്ച് പുള്ളിയുടെ ആ ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ വളർത്തും. ഇങ്ങനെ പേര് എനിക്ക് അറിഞ്ഞു, സത്യം പറഞ്ഞാൽ പേരാണെന്നുണ്ട്. നമ്മളെല്ലാവരും കൂടെ പച്ച വീട്ടിൽ പ്രശ്നേഷ് എന്നാണ് പുള്ളിയെ പറഞ്ഞു വിളിക്കുന്നത്. ഇന്ന് വരെ ഞാൻ പുള്ളിയെ കളിയാക്കിയിട്ട് ഒരു വീഡിയോ പോലും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഒന്നിന് ഞാൻ ചെയ്തിട്ടില്ലേ. അപ്പോൾ എല്ലാവരുടെ ലൈഫിലും ഇതേപോലെയൊക്കെ കാണോടെ. ഇപ്പോൾ ആറാട്ടണ്ണൻ്റെ ലൈഫിലും കാണോടെ ഇതേപോലെ. ആറാട്ടണ്ണന് പെണ്ണ് കിട്ടാത്തതും ട്രാജഡി ആയിരിക്കും. ബട്ട് അപ്പോൾ നമ്മൾ ഇതെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ ഇതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ, അയൽവക്കത്ത് ഇതേപോലെ കുറേ നാറികളുണ്ട്. ജനങ്ങളെ ഭീഷണിപ്പെടുത്തി ജീവിക്കുന്ന അല്ലെങ്കിൽ അവരെ പേടിച്ച് ജീവിക്കുന്ന ആൾക്കാരെല്ലാം ഒരുപാട് പേര് കാണുമായിരിക്കും. അവർക്കെല്ലാം ഉടനെ തന്നെ നല്ലത് വരട്ടെ, അക്രമികളെല്ലാം ചാകട്ടെ.